ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചത് മുഴുവൻ എങ്ങനെയാണ് നമ്മളെ തന്നെ സ്നേഹിക്കുക, എല്ലാവരെയും ലോകത്തിലുള്ള സമസ്തരെയും സ്നേഹിച്ചുകൊണ്ട് നമ്മളെ തന്നെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ലാസ്റ്റ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എന്താണെന്നുള്ളത് ചെറിയൊരു എന്താ പറയാ ഒരു സീക്രട്ട് ആണ്. അതിനു മുന്നേ ഈ നിമിഷത്തിലായിരിക്കാൻ ഏതൊരു ഗിവൺ സിറ്റുവേഷനിലും ഏതൊരു അവസ്ഥയിലും എത്ര പ്രയാസം നിറഞ്ഞ അവസ്ഥയിലും എന്താ പറയാ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു പവർ വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. മൈൻഡ്ഫുൾനെസ് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ആ ഒരു ടെക്നിക്ക് ഇതാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ചുറ്റിനും നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു 5 കാര്യം കാണാനായിട്ട് ശ്രമിക്കുക. അതൊരു പക്ഷെ ചെവറിലെ ഒരു കുഞ്ഞു പൊടിയാകാം, അല്ലെങ്കിൽ ഒരു ബുക്കിലെ ഒരു വാക്കാകാം, ഓർ എന്തുമാകാം. അതായത് നിങ്ങൾ എന്നും ഇരിക്കുന്ന റൂമിനകത്താണ് ഇപ്പൊ മിക്കവാറും ഇരിക്കുക എല്ലാവരും. കാരണം ടൈം 8 മണിയൊക്കെ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ദി പോസിബിൾ തിങ് ആയിട്ടുള്ള കാര്യമാണ്. ലെറ്റ്സ് സേ പുറത്തായിരിക്കുന്നവരായിരുന്നാലും സാരമില്ല, എവിടെയാണെങ്കിലും ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 പുതിയ കാര്യങ്ങൾ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രമിക്കും. ഒരു കുഞ്ഞു പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞവര് കണ്ണുകൾ അടച്ചുകൊണ്ടോ തുറന്നുകൊണ്ടോ ആകാം 4 തരത്തിലുള്ള പുതിയ ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കും. പുതിയ ശബ്ദം എന്ന് വേണ്ട, 4 തരത്തിലുള്ള വ്യത്യസ്തമായ ശബ്ദം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഫാനിന്റെ ശബ്ദം കേൾക്കാം, എന്ത് വേണമെങ്കിലും കേൾക്കാം. 4 തരത്തിലുള്ളതായിരിക്കണം, ഡിഫറെന്റ് ശബ്ദമായിരിക്കണം. ഫൈൻ. ഇനി 3 തരത്തിലുള്ള വ്യത്യസ്തമായ മണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ. 3 തരത്തിലുള്ള വ്യത്യസ്തമായ മണം ഒന്ന് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കൂ. മൂന്ന് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മണം ഫീൽ ചെയ്തു എങ്കില് അടുത്ത 2 തരത്തിലുള്ള ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് നാവിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കൂ. നാവിലോട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ബോഡി ശരിക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു വൈബ്രേഷനോ ഗൂസ് ബംസോ ചെറുതായിട്ടൊന്ന് ശരീരം മുഴുവൻ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ശരീരത്തിലെ ചെറിയൊരു വൈബ്രേഷൻ ഓർ ഒരു ഇറിറ്റേഷൻ ഓർ എന്തെങ്കിലും ചെറുതായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു വൈബ്രേഷൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പോൾ വളരെ സാവധാനം ഹാപ്പി ആയിട്ട് കണ്ണുകൾ തുറക്കാം. ഇതില് എത്ര പേർക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുക.
എത്ര പേർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതെന്നുള്ളത്? അല്ലാത്തവർക്ക് വീണ്ടും ശ്രമിക്കാം. ഇപ്പോഴല്ല, ഈ പറഞ്ഞതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ പരിപൂർണമായിട്ട് കുറച്ചും കൂടെ അതിലോട്ട് മനസ്സിലാക്കാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും, ഫ്രസ്ട്രേഷനിലിരുന്നാലും ടെൻഷനിലിരുന്നാലും ഈ എന്താ പറയാ, ഈ ഒരു എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ കാണാനും കേൾക്കാനും അതുപോലെ തന്നെ മണം അനുഭവിക്കാനും രുചി അനുഭവിക്കാനും അതുപോലെ ശരീരത്തിലെ വൈബ്രേഷൻ, ആ ഒരു ഫീലിംഗ് സെൻസേഷൻസ്, ഇത് അനുഭവിക്കാനും ഒക്കെ നിങ്ങൾ ഒരു അല്പസമയം, ഒരു 5 മിനിറ്റ്, ഒരു പക്ഷെ നമ്മളിത് ചെയ്തത് വെറും 2 മിനിറ്റോ 3 മിനിറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു അല്പസമയത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഒരു അവസ്ഥ തിരിച്ചു കിട്ടും. ഓക്കെ, ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ജീവിതത്തിലെ എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ, ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കാം, ഏതൊരു പ്രയാസം. ഓക്കെ, ഒരു സ്ഥലത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല, നമ്മൾ ഇമോഷണലി എടുക്കുന്ന എല്ലാ ഡിസിഷൻസും ഒരുപക്ഷെ ശരിയായി തീരണമെന്നില്ല. നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ എത്ര തന്നെ പ്രയാസം വന്നിരുന്നാലും ശരി, എത്ര തന്നെ ദേഷ്യം വരുന്ന ഒരു അനുഭവമായിരുന്നാലും ശരി, ആ സമയത്ത് ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഒരു സമചിത്തത അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു പവർ നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. ചിലർ ചോദിക്കാറുണ്ട്, ദേഷ്യപ്പെടുന്നത് ഒരു തെറ്റാണോ എന്ന് ചോദിക്കാറുണ്ട്. ദേഷ്യപ്പെടുന്നത് ഒരിക്കലും തെറ്റല്ല. ദേഷ്യം നമുക്കുള്ള ഒരു വികാരമാണ്. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന, നമ്മുടെ മനസ്സിന് അഭിപ്രായം ശരിയല്ല എന്ന് തോന്നുന്ന ഒരു എന്താ പറയാ, നമ്മുടെ ശരികളോട് തുലനം ചെയ്ത് വരാത്തതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അതിനെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്. അതൊരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ അതിനെ നമ്മൾ ഒരുപാട് കാലം അതിനെ സപ്രസ് ചെയ്ത് ഉള്ളിലോട്ട് വച്ചിരിക്കുകയാണെന്ന് വെക്കൂ, അത് നിങ്ങൾക്ക് രോഗമായിട്ട് വന്നു തീരും. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടുപോയി, നിങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു തെറ്റാണ്, നിങ്ങൾക്ക് വളരെ വേദന നൽകുന്ന ഒരു തെറ്റാണ്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചത് ശരിയാണ്. ആ സമയത്ത് അയാളുടെ എന്താ പറയാ ലൈഫിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് തുക നിങ്ങളെടുത്തുനിന്ന് എടുത്തോണ്ട് പോകുന്നത് ആ മനുഷ്യരെ സംബന്ധിച്ച് ശരിയാണെന്ന് വെക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വലിയ തെറ്റാണ്, കാരണം നമ്മൾ അവിടെ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ, ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് സമ്പത്ത് എന്തായാലും നഷ്ടപ്പെട്ടു, സുഹൃത്തും ഈ ഒരു ആക്ടിവിറ്റി കാരണം നഷ്ടപ്പെട്ടു. ആ സുഹൃത്തിനോടുള്ള വെറുപ്പും ദേഷ്യവും കൂടി നമ്മളത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളെ നിർബന്ധമായിട്ട് ഒരു രോഗിയാക്കി തീർക്കും. കാരണം നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഓരോ ഇമോഷനും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. പല അവയവങ്ങളെ, കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിക്കുന്നുണ്ട്, വയറ്റിനെ ബാധിക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, ദേഷ്യം വരുന്ന സമയത്ത് വയറൊക്കെ കത്തുന്ന പോലെ അങ്ങോട്ട് ഫീൽ ചെയ്യും. ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്ന പോലെ ഫീൽ ചെയ്യും പല ഭാഗത്തും. ചിലർക്ക് ചെവിയായിരിക്കും ചൂടാവുക ദേഷ്യം വരുന്ന സമയത്ത്, ചിലർക്ക് നെറ്റി ഭാഗത്തായിരിക്കും ചൂടാവുക, ചിലർക്ക് ശരീരം ഫുള്ള് കംപ്ലീറ്റ് ചൂടായിരിക്കും. ഓക്കെ, സോ ഇത് ശരിക്കും നമ്മുടെ ബോഡീനെ സിക്കാക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആ ഒരു പ്രയാസത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാലങ്ങളോളം നമ്മൾ ഒരേ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് നമ്മെ മാത്രമാണ് രോഗിയാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ചില വ്യക്തികള് വർഷങ്ങളോളം പണ്ടുള്ള അതായത് ഒരുപക്ഷെ തന്റെ 20-ാമത്തെ വയസ്സിൽ അച്ഛൻ അടിച്ചതോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സഹോദരനാൽ എന്താ പറയാ അച്ഛൻ തെറ്റിദ്ധരിച്ചത് കൊണ്ട് അച്ഛൻ അടിച്ചതിന്റെ ഒരു പ്രയാസമായിരിക്കും. 20 വർഷം കഴിഞ്ഞാലും അന്ന് എന്റെ അച്ഛൻ അന്ന് എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും അത്രയൊക്കെ ആയിരുന്നിട്ട് കൂടി അച്ഛൻ എന്നെ അടിച്ചു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ
ഇപ്പൊ ആലോചിച്ചാൽ പോലും എനിക്ക് കണ്ണുനീര് വരും എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ ഇത് അവിടെ ഇരുന്ന് പുകയും. ഇതവിടെ ഇരുന്ന് ഉള്ളിന്റെ ഉള്ളിലിരുന്ന് ആ നീറ്റല് പുകഞ്ഞ് 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 വലിയൊരു വ്രണമായി മാറും. ആ വ്രണം പല രോഗങ്ങളായിട്ട് നമുക്ക് വരും. ഷോൾഡർ പെയിൻ, കൈ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആലോചിക്കും എന്താ പറയാ, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തത് കൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. പാർഷ്യലി ശരിയാണ് താനും, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കാരണമാണ്. എന്നിരുന്നാൽ കൂടി നമ്മുടെ മനസ്സിനേൽക്കുന്ന മുറിവുകൾ വലിയൊരു ഘടകമാണ് നമ്മളെ രോഗിയാക്കി മാറ്റാനായിട്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയാ, നമ്മളെ ഒരാള് വിഷമിപ്പിച്ചു കഴിഞ്ഞാല് അത് നമ്മളെ വല്ലാതെ ബാധിക്കും. അങ്ങനെ ബാധിക്കാതിരിക്കാനൊന്നും നമുക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫൈൻ. സോ ഇങ്ങനെ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് നടന്നാൽ അത് ഒന്ന് നമ്മളെ രോഗിയാക്കും, പിന്നെന്ന് നമുക്ക് വരാനുള്ള പല നന്മകൾക്കും തടസ്സമായി തീരും. നമ്മുടെ ലൈഫില് നമുക്ക് ലഭിക്കാനുള്ള ചില നന്മകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് നന്മകൾക്ക് തടസ്സമായി പോലും ഈ വെറുപ്പ്, ഈ ദേഷ്യം, ഈ സങ്കടമൊക്കെ കാരണമായിട്ട് തീരും. ചില സമയത്തൊക്കെ നമ്മുടെ വൈഫായിരിക്കാം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. എത്ര തന്നെ നമ്മളെ സമ്പാദിച്ച് കാശൊക്കെ കൊണ്ടു കൊടുത്ത് അവരെ നന്നായിട്ട് നോക്കിയാലും സാറ്റിസ്ഫൈഡ് ആവാത്ത ഭാര്യമാരുണ്ടാകാം. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായിരിക്കാം എത്ര തന്നെ അവരെ കെയർ ചെയ്താലും അവരെ എന്താ പറയാ ഏതെല്ലാം തരത്തിൽ നമ്മള് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്താലും അവർക്ക് വേണ്ടിയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയാലും ഒരിക്കൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത, കെയർ ചെയ്യാത്ത അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാത്ത ഭർത്താക്കന്മാരും ഉണ്ടാകാം. ഇതെല്ലാം തന്നെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് സംഭവിക്കുന്ന വലിയ മുറിവുകളാണ് നമ്മുടെ മനസ്സിൽ. കാരണം ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ അടുത്തുനിന്ന് ഒരു കെയറും, ഒരു നല്ലൊരു കറി വെച്ച് കഴിഞ്ഞാല് ഹായ് നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ കെയർ ചെയ്യുന്ന, നിനക്ക് എന്താ തലവേദനയാണോ, സുഖമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരൊറ്റ ചോദ്യം പോലും വളരെ വാല്യുബിൾ ആണ് സ്ത്രീകളെ സംബന്ധിച്ച്. അതേ സമയത്ത് പുരുഷന്മാരെ സംബന്ധിച്ച് അവരെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത്, അവരെ എന്താ പറയാ ബഹുമാനിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവരുടെ വാക്കുകളെ അംഗീകരിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അത് കിട്ടാതെ വരുമ്പോൾ ഇതൊക്കെ വലിയ മുറിവുകളായിട്ട് നമ്മുടെ ശരീരത്തില്, നമ്മുടെ മനസ്സിൽ ആദ്യം വീഴും. നമ്മൾ അത് കൃത്യമായിട്ട് ആ മുറിവുകളെ എടുത്ത് കളഞ്ഞില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിനെയും ബാധിക്കും, നമ്മുടെ ശരീരത്തെയും ബാധിക്കും. കാരണം അത് അവിടെ ഇരുന്ന് അത് വ്രണമാകാൻ തുടങ്ങും. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 2-3 ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് സന്ദർഭം ഉണ്ടായിരുന്നാലും ഈ ടൂൾ ഉപയോഗിച്ച് ഈ പ്രയാസത്തെ നിങ്ങൾ കൃത്യമായി എടുത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുകയാണെങ്കിൽ ജീവിതത്തിലെ വഴികൾ വളരെ എളുപ്പമായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളെല്ലാ മനുഷ്യരും ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടികളാണ്. ദൈവം തന്റെ സ്വന്തം DNA-യില്, സ്വന്തം സാദൃശ്യത്തിലും ഛായയിലും ഒക്കെ സൃഷ്ടിച്ച അത്ഭുത സൃഷ്ടികളാണ്. മഹോന്നതമായ സൃഷ്ടികളാണ് ഓരോ മനുഷ്യനും. പക്ഷെ നമുക്ക് അത്രയും നമ്മളെ സൃഷ്ടിച്ചു വെച്ചിട്ട് വലിയ അത്ഭുതം, വലിയ നിധി തന്നെ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തന്നെ അതിലെ ദൈവം കാണിച്ച ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആ ഒരു ജ്ഞാനം നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല. ഈ ജ്ഞാനം ലഭിച്ചവർ വളരെ ചുരുക്കമാണ്, അതിനെ അന്വേഷിച്ചു പോകുന്നവർ വളരെ ചുരുക്കമാണ്. അന്വേഷിച്ച ആ ജ്ഞാനം റിസീവ് ചെയ്തതിന് ശേഷം അത് ഉപയോഗിക്കുന്നവരും വളരെ വളരെ ചുരുക്കമാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന 3-4 ടൂൾസ് ഉണ്ടാവും.
ഈ ടൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും വിമുക്തമാകും. ഒന്ന്, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിമുക്തരാകാനായിട്ട് സാധിക്കും. രണ്ട്, ദേഷ്യം, മറ്റുള്ളവരുടെ വെറുപ്പ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടാകാം. പലപ്പോഴും തോന്നിയിട്ടുണ്ടാവുക, ഞാൻ എന്തിന് കൊള്ളാം, അവരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്, ഞാൻ എന്തിന് കൊള്ളാം. ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മഹാപാപമാണ്. ഒരു കഥ പറയാം ഇവിടെ. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മുടെ ഓഷോയുടെ ബുക്കിൽ നിന്ന് വായിച്ചതാണ്. അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു ലേഡിയുടെ അവിടെ എന്താ പറയാ ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിനകത്ത് ഒരു മനുഷ്യൻ, ഭ്രാന്തനായ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ മുഖചിത്രം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ദുഃഖിതനായി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ പറയാ, കരച്ചിലാണ്, കുറെ വഴക്കൊക്കെ പറയുന്നുണ്ട്, കരച്ചിലും ബഹളവും ഒക്കെയാണ്. അപ്പോ ഈ സൈക്കാട്രിസ്റ്റ് പറയാണ്, സൈക്കോളജിസ്റ്റ് അല്ല സൈക്കാട്രിസ്റ്റ് ആണ്, സൈക്കാട്രിസ്റ്റ് ഓഷോനോട് പറയാണ്, അദ്ദേഹം പ്രണയിച്ചൊരു സ്ത്രീയാണ് അവര് വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തില് ഈ വ്യക്തി ഭ്രാന്തായിപ്പോയി. ആ ഒരു പ്രയാസമാണ് അവരത് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതെ, കുറച്ചു കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും അതേ സ്ത്രീയുടെ മുഖചിത്രം വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഭ്രാന്തായിപ്പോയി. അദ്ദേഹം കുറെ വഴക്ക് പറയുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, കുറെ വിഷമത്തിലാണ്. സെയിം സ്ത്രീയുടെ ഫോട്ടോയാണ് രണ്ടുപേരും വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു, ഇദ്ദേഹം ആ സ്ത്രീയെ വിവാഹം കഴിച്ച വ്യക്തിയാണ്. വിവാഹം കഴിച്ചത് കാരണം അവർ അനുഭവിച്ച ദുരിതവും അത് കാരണം ഉണ്ടായ പ്രയാസങ്ങൾ കാരണവുമാണ് അവർക്ക് ഭ്രാന്തായി പോയത്. ഓക്കെ, ഇത് തന്നെയാണ് ജീവിതം. നമ്മൾ ലഭിക്കാത്തതിനെ ഓർത്തും നമ്മൾ പ്രയാസപ്പെടാറുണ്ട്. പലപ്പോഴും ലഭിച്ച പലതും നമുക്ക് പ്രയാസങ്ങൾ നൽകാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള വിഷമങ്ങൾ പോലും നമ്മുടെ ശരീരത്തെ ശരിക്കും വളരെയധികം ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ, ഒന്ന് സങ്കടം, രണ്ട് ദേഷ്യം, പിന്നെ എന്താണ്, വഞ്ചന, ഭയം. പലതിനോടുള്ള ഭയം നമ്മളെ രോഗിയാക്കി തീർക്കും. ഇവിടെ ഇപ്പൊ ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുന്നവരെല്ലാം ഭാരതീയരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതീയരായതുകൊണ്ട് ഞാൻ പറയുകയല്ല, ഒരുപക്ഷെ ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താ പറയാ, ശരിക്കും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് ഓരോരുത്തരും. കാരണം അത്രത്തോളം ബൗദ്ധികമായി ജ്ഞാനമുള്ളവരാണ്, അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ളവരാണ് ഓരോ ഭാരതീയരും. പക്ഷേ നമുക്കുണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, ഏറ്റവും വലിയൊരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻ എന്ന് പറഞ്ഞാല്, കുറെ കാലം, ഒരു 10-200 വർഷത്തോളം അടിമത്തത്തിന്റെ കയ്പ് നീര് അനുഭവിച്ചു വന്നതുകൊണ്ടും, കുഞ്ഞുനാള് മുതൽ നമ്മൾ സ്കൂളില് ഈ യുദ്ധങ്ങളുടെയും ഈ അടിമത്തത്തിന്റെയും കഥകൾ മാത്രം വായിച്ച് ശീലിച്ചത് കൊണ്ടും പഠിച്ച് ശീലിച്ചത് കൊണ്ടും നമ്മുടെ ഗ്രേറ്റ് ആയിട്ടുള്ള എന്താണ് അതിനു മുമ്പുള്ള നമ്മുടെ പൂർവികരെന്നും വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ഭാരതീയര് ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് എന്താണെന്നും നമുക്ക് വലിയ പിടിയില്ല. എത്രത്തോളം വലിയൊരു എന്താ പറയാ, വലിയൊരു ജ്ഞാനമുള്ള ജനതയുടെ എന്താ പറയാ വേരുകളാണ് നമ്മൾ, അല്ലെങ്കിൽ വേരല്ല, അതിന്റെ താഴത്താണ് നമ്മളിപ്പോ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് വലിയ പിടിയില്ല. നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അടിമത്തത്തിന്റെയും ബ്രിട്ടീഷുകാർ വന്നു പിന്നെയുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷെ ഈ ലോകത്തിന് എന്താ പറയാ സംഭാവന ചെയ്തിട്ടുള്ള, ഒരുപക്ഷെ നമ്മൾ ഹിസ്റ്ററി യഥാർത്ഥ ഹിസ്റ്ററിയും മറ്റുമൊക്കെ പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് പലതും ഇന്നുള്ള സയൻസ് ആവട്ടെ, എവറിത്തിങ് ഹാവ് ബീൻ ഗിവൺ ഫ്രം
അസ് എന്നുള്ളത്. ഞാൻ ഇവിടെ എന്തുകൊണ്ടാണത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ജനതയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അത്രയും ജ്ഞാനവും ബുദ്ധിയും ഒക്കെയുള്ള വ്യക്തികളായ നമുക്ക് പലതിനെ കുറിച്ചുള്ള ഭയം, അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. പല കാര്യങ്ങൾക്കും ഭയം വരുന്നത് തന്നെ വലിയൊരു എന്താ പറയാ ഒരു തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാല് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. എന്ത് തരത്തിലുള്ള പ്രതിസന്ധി ആണെങ്കിൽ പോലും അതിനെ തരണം ചെയ്തിട്ടുള്ള ജനതയാണ്. പക്ഷെ ഇന്ന് 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോട്ടെ, ഞാൻ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്, 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരില് പാനിക്കായി മാനസിക പ്രയാസം വന്നിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ വളരെ നിസ്സാരം, വളരെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാരെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഭയമാണ്, ജീവിതത്തിലെ പ്രയാസങ്ങളെ നേരിടാനുള്ളൊരു ഭയം. ഇവിടെ ഇപ്പൊ എനിക്ക് പലരെയും കാണാൻ സാധിക്കുന്നുണ്ട്, പ്രായത്തിൽ മുതിർന്നവര്. അവരൊക്കെ എത്ര പ്രയാസങ്ങൾ കടന്നിട്ടായിരിക്കും ഇന്ന് ഈ ഘട്ടത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് ഇവിടെ ഇരിക്കുന്നവരെ വെച്ച് തന്നെ ഞാൻ പറയുകയാണ്, കുഞ്ഞുനാളിൽ ഇത്രയേറെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയാ ഇന്നുള്ള തലമുറ അനുഭവിക്കുന്ന അത്രയും സൗകര്യങ്ങളോ കംഫർട്ട്നെസ്സോ ഒന്നും അനുഭവിച്ചിട്ടുള്ളവരല്ല. കിലോമീറ്ററുകളോളം നടന്ന് എന്താ പറയാ അത്രയും പ്രയാസങ്ങളെ ഒരുപാട് തരണം ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും. പക്ഷെ ഇന്നത്തെ തലമുറയാകട്ടെ എല്ലാത്തിനും പേടിയാണ്, എല്ലാത്തിനും പരീക്ഷയെ പോലും കുട്ടികൾ ഭയപ്പെടും, എല്ലാത്തിനും കെയർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. സ്വയം വളരാൻ മാതാപിതാക്കൾ പോലും അനുവദിക്കുന്നില്ല. എല്ലാത്തിനും ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ചെടിച്ചട്ടിയിൽ വച്ച് വളരുന്ന ചെടികൾ എത്രത്തോളം വളരും? ഭയത്താൽ നമ്മളെ കുട്ടികളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഈ ഭയം നമ്മളെ രോഗിയാക്കും. ഇവിടെ എനിക്ക് നിങ്ങളൊരു 5 മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫില് ഞാൻ ഹീലിംഗ് പ്രോസസ്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 5 മിനിറ്റ്സ് എടുത്തിട്ട് നിങ്ങളുടെ ബുക്കിൽ ഞാനൊരു പേപ്പർ പേന കൊണ്ടുവരാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ഇന്ന് വരെ ആരോടൊക്കെ നിങ്ങൾക്ക് അതിഭയങ്കരമായ വെറുപ്പ് തോന്നിയിട്ടുണ്ട് അത് എഴുതുക. എന്തിനോടൊക്കെ വളരെയധികം ഭയം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് എഴുതുക. നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സങ്കടം തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ട് അത് ചെയ്യാം. സോ ദാറ്റ് എനിക്കപ്പോ അതിന് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ കഴിയും. എങ്ങനെയാണിത് ഹീൽ ചെയ്യേണ്ടതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ കഴിയും. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം, വലിയ ധീരതയുടെയും അതുപോലെ തന്നെ മനക്കരുത്തുള്ളവരുടെയും എല്ലാ പ്രതിസന്ധികളെയും, നമ്മൾ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഭാരതീയ ജനതകൾ നേരിട്ടിട്ടുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടുള്ളവരുടെ തലമുറയാണ് നമ്മൾ. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ജുജുബി കാര്യങ്ങളെയൊക്കെ ഓർത്ത് ഭയപ്പെടരുത്, സമ്പത്തിനെ ഓർത്ത് ഭയപ്പെടരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു എക്സാമ്പിളിലോട്ട് ഞാൻ പിന്നീട് വരാം. ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് എഴുതിയിട്ട് 5 മിനിറ്റ്സ് എടുത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രയാസം തോന്നിയിട്ടുള്ള കാര്യം, പേടി തോന്നിയിട്ടുള്ള കാര്യം, വെറുപ്പ് തോന്നിയിട്ടുള്ളത്, ഇതൊക്കെ എഴുതുക. ഞാൻ എഴുതാൻ പറയുന്ന സമയത്ത് ഒരു ചമ്മലോടുകൂടി മടിയോടുകൂടി എഴുതാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ നൽകാൻ പോകുന്ന ഈ മനോഹരമായ ഗിഫ്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകും. കാരണം ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഫീസ് കൊടുത്ത്
ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയോ, അല്ലെങ്കിൽ എന്താ പറയാ ഫീസ് കൊടുത്ത് ഏതെങ്കിലും ക്ലാസ്സിൽ പോയാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമ്മുടെ മനസ്സിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാ വിഷമങ്ങളും മാറ്റാനുള്ള ഒരു ടൂളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ എഴുതുക എന്തൊക്കെയാണ് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ. ജസ്റ്റ് ഒന്ന് ഏറ്റവും അനുഭവിച്ചിട്ടുള്ള എന്താ പറയാ എഴുതുക. ഇനി ഇവിടെ ഓർമ്മ വരുന്നത് ചുരുക്കം ചില കാര്യങ്ങളായിരിക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ടൂൾ ഞാൻ പറഞ്ഞു തരാം. പിന്നീട് നിങ്ങൾക്ക് എന്തൊക്കെ ഓർമ്മ വരുമോ അതിനൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തത്, ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫില് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ വീണ്ടും ഫേസ് ചെയ്യും. പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്ര തന്നെ ഫേസ് ചെയ്യും. അതാണ് ജീവിതം. എല്ലാവരും തന്നെ അത് ഫേസ് ചെയ്യും. അവിടെയൊക്കെ തളരാതിരിക്കാൻ ഇങ്ങനെയുള്ള ടൂളുകൾ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എഴുതി കഴിഞ്ഞുവെങ്കിൽ ഒന്നാമത്തെ ടൂള്, ഞാൻ നേരത്തെ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തിരുന്നു തുടങ്ങുന്ന സമയത്ത്. ഇതിനെ ഹോപ്പണോ ഓപ്പണോ എന്നാണ് പറയുന്നത്. ഈ പാട്ട് എല്ലാ ദിവസവും 5 മിനിറ്റ് കേൾക്കുക. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അതിലെ വാക്കുകൾ എന്താണെന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടായിരുന്നോ? ഓക്കെ, പറയാമോ എന്തൊക്കെയാണ് ആ വാക്കുകള്? I am sorry, please forgive me. I love you. I thank you. I am sorry. നമ്മളോട് തെറ്റ് ചെയ്തവരോട് സോറി ചോദിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെയൊന്നും ആർക്കും കഴിയില്ല. ഓക്കെ, അങ്ങനെ കഴിയുന്നവർക്ക് ദൈവികമായിട്ടുള്ളൊരു മനസ്സുണ്ടാവണം. ആ മനസ്സുള്ളവർ ദൈവത്തിന് തുല്യർ തന്നെയാണ്. ഓക്കെ, അത് നമ്മളോട് തെറ്റ് ചെയ്തവരോട്, നമ്മളെ വിഷമിപ്പിച്ചവരോട് സോറി ചോദിക്കാൻ കഴിയാത്തത്. അങ്ങനെ ദൈവത്തിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഇറങ്ങിയിട്ട് നേരിട്ട് പോയി ചോദിക്കേണ്ട. അവരെ ഒരു പ്രതീകമായിട്ട് മുന്നിൽ കണ്ടിട്ട് അവരെ നമ്മൾ ശരിക്കും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് കണ്ടിട്ട് അവരോട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഓക്കെ, പ്ലീസ് ഇതിന് ആക്ച്വലി സ്പിരിച്വൽ ആയിട്ട് മറ്റൊരു വശമുണ്ട്. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഹോപ്പണോപ്പണോയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ക്ലാസ് ഞാൻ എടുക്കാം. ഹോപ്പണോപ്പണോയ്ക്ക് വേണ്ടി മാത്രമായിട്ട്, കാരണം ഇതിനൊരു സ്പിരിച്വൽ സൈഡ് ഉണ്ട്. സോ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. ഇതാണ് ഈ 4 വാചകങ്ങൾ. എല്ലാവർക്കും കിട്ടിയോ? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. നമ്മളോട് തെറ്റിയത് ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കുന്നത് പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു, ഞാൻ നന്ദി പറയുന്നു. ആൻഡ് ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് അവരോട് നേരിട്ട് ചോദിക്കണ്ട കേട്ടോ. അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രതീകമായിട്ട് മനസ്സിൽ കരുതിയിട്ട് ചോദിക്കുക. യു വിൽ ഗെറ്റ് റിലീഫ് ഫ്രം ലോട്ട് ഓഫ് തിങ്സ്. നിങ്ങളുടെ കുറെ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിലീഫ് കിട്ടും. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും. ധാരാളം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും. സോ ഡു ദിസ്. ഈ പാട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വീതം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യും.
സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഗോഡിന്റെ DNA നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടെന്ന്. അത് സത്യം തന്നെയാണ്. നിങ്ങൾ ഏത് സ്പിരിച്വൽ ബുക്സിൽ എടുത്ത് നോക്കിയാലും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവിക അംശം നമ്മളിൽ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ ദൈവിക അംശത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും പെരുമാറാറുള്ളത്. ഓക്കെ, അപ്പൊ ആ ദൈവിക അംശം നമ്മളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ദൈവിക അംശത്തെ അതിൻ്റെതായ തനതായ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളോട് പോലും പരിപൂർണമായിട്ട് ക്ഷമിക്കാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, എനിവേ നമ്മൾ ഈ ശരീരത്തിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ആത്മാവിന് മരണമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സ്പിരിച്വൽ ബുക്സും അത് ഡിനേ ചെയ്യുന്നില്ല. ഈ ശരീരത്തിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരത്തിനകത്തുനിന്ന് ഇറങ്ങിയേ മതിയാകൂ. അനന്തമായി ഒരു ശരീരം ഹോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, ഈ ശരീരത്തിനകത്ത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ശരീരത്തിനകത്ത് നിന്ന് ഇറങ്ങിയേ മതിയാകും. ഒരുപക്ഷെ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു കാര്യം പറയാം. സുഹൃത്ത് പുള്ളിക്കാരത്തി എന്നോട് ഒരു ദിവസം വിഷമം പറഞ്ഞു, ഞാൻ ഒരു കടയിട്ടിരിക്കുകയാണ്, എനിക്ക് കടയിലിരിക്കാൻ ഇഷ്ടമല്ല, എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയി പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഈ ഒരു ചെറിയ കടയാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇങ്ങനെ കുറെ വിഷമം പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞു, ഞാൻ എന്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എന്റെ അമ്മയ്ക്ക് ഇതുപോലൊരു കടയാണ് ഉണ്ടായിരുന്നത്, എന്റെ വളരെ കൊച്ചു പ്രായത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലെ ഞാനും വളർന്നൊരു കട ഇട്ടിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, അന്ന് ആഗ്രഹിച്ച എന്നല്ലേ ഇപ്പൊ ഇരിക്കുന്നത്? ഇതാണ് അത്രയ്ക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായിരുന്നാലും അതിനുള്ള സാധ്യതകളും മറ്റുമൊക്കെ നമ്മളിലോട്ട്, അതായത് നമ്മൾ ഏറ്റവും പ്യുവർ ഫോമിലായിരിക്കുന്ന സമയത്ത് അത് അവിടെയാണ് അതിന്റെ കീ കിടക്കുന്നത് കേട്ടോ. താക്കോല് കിടക്കുന്നത് അവിടെയാണ്. നമ്മൾ വളരെ പ്യുവർ ഫോമിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആ പ്യൂരിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ അത്രത്തോളം വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മളുടെ കയ്യിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ തന്നെ മറന്നു പോകും, ഇത് ഞാൻ ആഗ്രഹിച്ചിരുന്നു, ആ സ്ഥാനത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്ന് നമ്മൾ തന്നെ മറന്നു പോകും. കാരണം നമുക്ക് അപ്പോഴത്തേക്കും പുതിയ ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്ന സന്ദർഭം ഏതെങ്കിലും സമയത്ത് ആഗ്രഹിച്ചിട്ടുള്ളതാണോ? ഏതെങ്കിലും കാലഘട്ടത്തില് ഏതെങ്കിലും സമയത്തൊക്കെ, ചിലപ്പോൾ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്തായിരിക്കും ഒരു വലിയ, അന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു കുട്ടി വീടായിരിക്കും ഉണ്ടായിരുന്നു കാണുക, ഒരു ഓടിട്ട വീടായിരിക്കും അന്ന് ഉണ്ടായിരുന്നു കാണുക, ചിലപ്പോൾ ഓലയിട്ട വീടായിരിക്കും ഉണ്ടായിരുന്നു കാണുക. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, എനിക്ക് ഒരു നില വീട്, അല്ലെങ്കിൽ ഒരു 2 നില വീട്, ഒരു കാറ്, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടാവും, ആഗ്രഹിച്ചിട്ടുണ്ടാവും. ശരിക്കും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ കോളേജിൽ പഠിക്കണം, ഈ ചേട്ടന്മാരെ പോലെ പാന്റ് ഷർട്ട് ഇട്ട് നടക്കണം, ചേച്ചിമാരെ പോലെ ഇങ്ങനെ സ്റ്റൈലിഷ് ചുരിദാറൊക്കെ ഇട്ട് കോളേജിൽ പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊക്കെ ലൈഫിൽ നടന്നിട്ടുണ്ടോ എന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, ആലോചിക്കാം. ഇത് മാറ്റമില്ലാത്തതാണ്. ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് വളരെ പ്യുവറാണ്. നമ്മൾ ചോദിക്കുന്നത്, കാരണം നമ്മൾ ചിന്തകൾ വഴിയും നമ്മൾ ആഗ്രഹങ്ങൾ വഴിയും ചോദിക്കുന്നതൊക്കെ നമുക്ക് തരും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്യുവർ ആയിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ പ്യുവർ ആയിരുന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നടക്കും. ഇനി ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാക്കി നിൽക്കുന്നത് നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസ് ആണ്. ഈ നിമിഷത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന വീട്, നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറക്കാര് അവരുടെ സ്റ്റൈലിനനുസരിച്ച് എല്ലാം പൊളിച്ച് മറ്റൊരു തരത്തിലോട്ട് മാറ്റും. ഓക്കെ, നമ്മൾ വിചാരിക്കും മിക്കവാറും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ അവര് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് വേറെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലോട്ട് പോകും, വേറെ രാജ്യങ്ങളിലോട്ട് പോകും. ഓക്കെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് ഒരുപക്ഷെ അവർക്ക് പോലും ആവശ്യമില്ലായിരിക്കും. നമ്മള് ചിലര് 100 തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കും.
പക്ഷെ എത്ര തലമുറ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഓരോ മനുഷ്യനും ബാക്കിയായി നിൽക്കുന്നത് അവനവൻ അന്നന്ന് അനുഭവിക്കുന്ന എക്സ്പീരിയൻസസ് ആണ്. ഈ ശരീരം വെടിഞ്ഞു പോകുമ്പോഴും ശരീരത്തിന് അതൊന്ന് പുറത്തോട്ട് പോകുമ്പോഴും ആകെ ബാക്കിയായി നിൽക്കുന്നത് നമ്മള് അനുഭവിക്കുന്ന എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത എക്സ്പീരിയൻസസും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ച എക്സ്പീരിയൻസസുമാണ് ബാക്കി നിൽക്കുന്നത്. ഒരു ചോദ്യം, ഇന്നിതുവരെ ജീവിതത്തിൽ ഞാൻ കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ ആരെങ്കിലും കഴിച്ചോട്ടെ, ഒരു എന്താ പറയാ, ഒരു ചെടി നട്ട് അത് വളർന്ന് അതിൽ നിന്ന് ഒരു മാവോ ചക്കയോ എന്തെങ്കിലും ആരെങ്കിലും കഴിച്ചോട്ടെ എന്ന് ചിന്തിച്ച് ഒരു പ്ലാവോ ഒരു മാവോ അല്ലെങ്കിൽ ഒരു പപ്പായോ അങ്ങനെ നട്ടിട്ടുള്ളവര് ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാരും വളരെ സ്വാർത്ഥനാണ്. എനിക്ക് കഴിക്കാൻ കഴിയുമെങ്കിൽ മാത്രം. വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ ഹാപ്പി. താങ്ക് യു സർ, താങ്ക് യു. യെസ്, ഗോപകുമാർ സാർ നമുക്ക് ഒരു മാതൃകയാണ്. നമ്മൾ മാത്രം ജീവിക്കാനുള്ളതല്ല, നമ്മൾ കഴിഞ്ഞും ധാരാളം പേര് നമ്മുടെ തന്നെ തലമുറയിലുള്ളവരായിരിക്കാം. നമ്മൾ തന്നെ ഒരുപക്ഷെ തിരിച്ചും, ഓക്കെ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ തിരിച്ചും നമുക്ക് ഈ ഭൂമിയിൽ വരേണ്ടി വന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് ഒരു മാവോ ഒരു പ്ലാവോ എന്തെങ്കിലുമൊക്കെ. നമ്മുടെ പൂർവികർ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് ഉപകാരപ്പെട്ടില്ല എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് മാവും പ്ലാവും ഒക്കെ വയ്ക്കുമായിരുന്നു. പക്ഷെ ആ ഒരു നന്മ ഈ പുതിയ തലമുറയിൽ കാണുന്നില്ല. ഇത് ഭൂമിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനാണ്. ഇത് ചെയ്യുമ്പോഴും നമ്മുടെ പല എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഹീലായി പോകും. അതായത് ഇതൊരു എന്താ പറയാ, ഭൂമിക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും, പല വിഷമതകളും, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല പ്രയാസങ്ങളും ഹീലായി പോകും. നേരത്തെ പറഞ്ഞ ആ പാട്ട് ഒരു 5 മിനിറ്റ്സ് എല്ലാവരും കേൾക്കുക. അതൊരു ഹവായിൻ പ്രെയർ ആണ്. പക്ഷെ അതിൽ 4 വാചകമേ ഉള്ളൂ. ഐ ലവ് യു, ഐ താങ്ക് യു, പ്ലീസ് ഫോർഗീവ് മീ, ഐ ആം സോറി. ഈ 4 വാചകങ്ങൾ തന്നെയാണ് അവർ പാട്ടായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു എന്താ പറയാ, ഒരു ഹിപ്നോതെറാപ്റ്റിക്കൽ വേർഡ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 3ാമത്തെ ടൂളാണ് ഈ പറയുന്നത്. ഏത് സന്ദർഭത്തിലും ഉപയോഗിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കാരണം, നമ്മളിപ്പോ അമ്മ വഴക്കുറഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാവും. ആരെങ്കിലും ത്രൂ നമുക്ക് പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെയിൻ ഒക്കെ നമ്മുടെ ശരീരം ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അപ്പൊ തന്നെ മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ടത് നമ്മുടെ എന്താ പറയാ ഒരു പ്രോസസ്സാണ്. അത് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വഴികൾ വളരെ എന്താ പറയാ ഈസി ആയിരിക്കും. ഓക്കെ, ഇതാണ് ലെറ്റ്സ് സേ നമ്മളെ ഒരു വ്യക്തി വേദനിപ്പിച്ചു. ഞാനൊരു പേര്, ഓക്കെ, ഈ ബുക്കിനകത്തുള്ള ഒരു പേര് എടുക്കാം, എഫ്രേം തോമസ്. എഫ്രേം തോമസ് എന്നെ വേദനിപ്പിച്ചു. ഞാൻ പറയേണ്ടത് ഇങ്ങനെയാണ്: അന്നത്തെ എൻ്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു. ഇത് ഹിപ്നോതെറാപ്റ്റിക്കൽ വേർഡ്സ് ആണ്. കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വലിയ വേദനകളെ ആ മുള്ളോട് കൂടി തന്നെ എടുത്തു കളയുന്ന വാചകങ്ങളാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാളാണിത്, സ്വാഡ്. ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ പെയിനും നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. വർഷങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന വേദനകൾ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് കളയാം. ഓക്കെ, ആ ഒരു ഹീലിംഗ് നിങ്ങളെ ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് പറയാ,
എഫ്രൈം തോമസ് ആണ് എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ പറയാണ്, എഫ്രൈം തോമസ് അന്നത്തെ എന്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു. പക്ഷേ, ഈ പക്ഷേ എന്ന് പറയുന്ന വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്റെ പുതിയ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രയാസങ്ങൾ എന്റെ മനസ്സിന് വലിയ വേദനയാകുന്നു. ആയതുകൊണ്ട് എന്റെ നന്മയ്ക്ക്, എന്റെ മനസ്സിന്റെ സുഖത്തിന് ഞാൻ താങ്കളെ, എഫ്രൈം തോമസിനെ, എന്റെ മനസ്സിൽ നിന്ന് പുറത്താക്കുന്നു, പുറത്തു നൽകുന്നു, മാപ്പ് നൽകുന്നു. താങ്കളുടെ ഹെൽത്തിനും വെൽത്തിനും ഹാപ്പിനെസിനും വേണ്ടി ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് വെറും വാചകമല്ല, ഇത് വളരെ മാജിക്കൽ ആയിട്ടുള്ള വാക്കാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വർണ്ണ ലിപികളിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി സൂക്ഷിക്കാവുന്ന ഒരു വാക്കാണ്, വാക്കുകളാണ്. ഇത് വലിയൊരു ടൂളാണ്. ഏത് സന്ദർഭത്തിലും ആര് നിങ്ങളെ വിഷമിപ്പിച്ചാലും ഈ വാചകം പറയൂ, നിങ്ങളുടെ മനസ്സിനെ ഹീലാക്കൂ. എവരിതിങ് വിൽ ബി ഓക്കേ. ഒന്നുകൂടെ പറയണോ? ഓക്കെ, പറയാം. എഫ്രൈം തോമസ് ആണ് എന്നെ വേദനിപ്പിച്ചത്. ഞാൻ എഫ്രൈം തോമസിനെ ചിന്തിച്ചിട്ട് പറയാണ്, എഫ്രൈം തോമസ് അന്നൊരു സംഭവം നടന്നുല്ലോ. ഓക്കെ, പുള്ളി എന്നെ വേദനിപ്പിച്ചു. അന്നത്തെ എന്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും, ഇത് സത്യം പറയാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ആ വേദനയിലാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ വാചകങ്ങളുടെ പ്രാധാന്യം വരുന്നത്. ഇതിലെ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. പറയേണ്ടത് ഇതാണ്, എന്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു. പക്ഷേ എന്റെ പുതിയ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്നത്തെ സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിന് വലിയ ഭാരമാകുന്നു. എന്റെ മനസ്സിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി താങ്കളെയും ആ സന്ദർഭത്തെയും എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പുറത്താക്കുന്നു, പുറത്തു നൽകുന്നു, മാപ്പാക്കുന്നു. താങ്കളുടെ ഹെൽത്തിനും വെൽത്തിനും ഹാപ്പിനെസിനും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു സന്ദർഭത്തിന് 3 തവണ നിങ്ങൾ ഇതേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒന്നുകിൽ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരത്തില്ല, അല്ല എങ്കിൽ അതൊരു കാർട്ടൂൺ ചിത്രം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അതായത് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ഒന്നും നിങ്ങൾക്ക് ഓർമ്മ വരില്ല. ഒരു കാർട്ടൂൺ ചിത്രം കാണുന്ന പോലെ മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിരി വരും. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ ഒക്കെ നിങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞു. നിങ്ങളുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. വളരെയധികം ശക്തിയുണ്ട്. ഈ ടൂള് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ആരെങ്കിലും പറയാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പേടിയാണ്, വിഷമാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ ടൂള് പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞതിന് ശേഷം അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു നിശ്ചിതമായിട്ടുള്ള ആ ഒരു പെയിൻ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയുക. നിങ്ങൾക്ക് പലരുടെയും ജീവിതം തന്നെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, പല മനുഷ്യരുടെയും ജീവിതം തന്നെ നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ടൂള് നിസ്സാര ടൂളല്ല. അത് എല്ലാവർക്കും ചെയ്യാനും കഴിയില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്.
ചെയ്യുകയാണെങ്കിൽ അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഈ ഗോൾ സെറ്റിങ്ങിനകത്ത് വന്നാൽ തന്നെ വണ്ടർഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ബുദ്ധിമുട്ട്. ഇപ്പൊ ഇന്നത്തെയും കൂടെ ആയപ്പോ റിയലി ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് മാം. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നമ്മളെ ഒരാളെ ഒരു കത്തി കൊണ്ട് കുത്താണെന്ന് വെക്കും. ഓക്കെ, എന്നിട്ട് പുള്ളി അങ്ങ് പോയി. ആർക്കാണ് വേദന എടുക്കുന്നത്? നമുക്ക് ആ പെയിൻ എടുക്കാം. നമ്മൾ ശരിക്കും ആ കത്തി ഇങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത് മാറ്റി, എന്നാലും ആ ഊണ്ട് അവിടെ ഉണ്ട്. ആ ഊണ്ടും ആ ഒരു മുറിവ് അവിടെ ഉണ്ട്. ആ മുറിവും എടുത്ത് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ടൂളാണിത്. മറ്റൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ സമയത്ത് തോന്നിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ജസ്റ്റ് പേപ്പറിലൊന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത്, അവരോട് തോന്നുന്ന എല്ലാ തരത്തിലുള്ള ദേഷ്യവും ജസ്റ്റ് ഒന്ന് എഴുതുക. എഴുതിയതിനു ശേഷം ആ പേപ്പർ കത്തിച്ച് കളഞ്ഞിട്ട് ബേൺ ചെയ്തിട്ട് അതിന്റെ പുക, അത് സ്പിരിച്വൽ റീസൺ കൊണ്ടാണ് കേട്ടോ, അതിന്റെ പുക നമ്മുടെ ശരീരത്തിൽ ഏൽക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വടക്ക് നോക്കി നിന്നിട്ട് അതിന്റെ പുക നമ്മുടെ ശരീരത്തിൽ ഏൽക്കണം എന്ന് പറയുന്നത് സ്പിരിച്വൽ റീസൺ കൊണ്ടാണ്. ആ ഒരു സ്പിരിച്വൽ റീസൺ അവോയ്ഡ് ചെയ്യുന്നവർക്ക് ആ പ്രയാസങ്ങൾ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കളഞ്ഞാലും മതി. കാരണം ആരുമായിട്ടുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. ഓക്കെ, സോ എന്ന് ഞാൻ പറഞ്ഞ ടൂൾസ് ഒന്നും കൂടെ ഓർക്കുക. ഒന്ന്, ആ ഹൊപ്പണൊപ്പണയുടെ പാട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് കേൾക്കുക. 2, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട്, ആരെങ്കിലും കഴിച്ചോട്ടെ, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് ആലോചിച്ചിട്ട് നന്മകൾ ചെയ്യുക. അതിൽ ഏറ്റവും നല്ലൊരു നന്മയായിരിക്കും ആര്യവേപ്പിന്റെ ഇല നടുകയോ അല്ല എങ്കിലും ഫ്രൂട്ട്സിന്റെ ട്രീ വെക്കുകയോ ചെയ്യാം. ഫ്രൂട്ട്സ്, ഓക്കെ, ആര്യവേപ്പിന്റെ തൈ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിപ്പോ ആരുടെ വീട്ടിന്റെ മുറ്റത്തോ എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇന്നത്തെ ആൾക്കാർ എല്ലാവരും സ്വന്തം വീടിന്റെ ടെറസ് എല്ലാ സൈഡും 4 ചുറ്റും എന്താ ചെയ്യുന്നത്, ചല്ലി മണല് ഒക്കെ വെച്ച് അങ്ങ് പൂശി അല്ലെങ്കിൽ ടൈൽസ് ഇട്ട് മിനുസപ്പെടുത്തി ഭംഗിയാക്കി വെക്കുകയാണ്. എന്ത് ക്രൂരതയാണെന്നറിയോ നിങ്ങളോട് തന്നെ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ കാല് ബെയർ ഫൂട്ടായിട്ട് മണ്ണിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ബെയർ ഫൂട്ടായിട്ട്, അതായത് ചെരുപ്പിടാതെ മണ്ണിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ആരോഗ്യത്തിന്. മണ്ണിൽ നമ്മൾ കളിക്കേണ്ട ആവശ്യമുണ്ട്. മണ്ണുമായിട്ട് ഇടകിച്ചേരേണ്ട ആവശ്യമുണ്ട്. നമ്മള് മണ്ണുമായിട്ട് ചേർന്ന് ജീവിച്ച മനുഷ്യരാണ്. മണ്ണിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നമ്മുടെ സ്വാർത്ഥതയുടെയും നമ്മുടെ ഒരുപാട് കംഫർട്ട്നെസിന്റെ ഒക്കെ വലിയ വിഷമം നമ്മൾ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. I'm really grateful. I bought 2 jackfruit plant and 1 chambatai, 1 guava tree, colorful. So for just now, last week I bought, and 2 black pepper pot I prepared. So I'm happy to hear you. So to plant for the next generation. No, really I'm happy. Thank you. That's really wonderful. Thank you. Very good, Emily ma'am. അതുപോലെ തന്നെ ഗോപകുമാർ സാറിനും പ്രത്യേകം നന്ദി പറയാണ്. ബിക്കോസ് അവിടെയുള്ള ആക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കണം എന്നുള്ളതല്ല, സ്വാർത്ഥതയല്ല. അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായിട്ടുള്ളൊരു എന്താ പറയാ, അതാണ് അവിടെ ഉണ്ടാകുന്ന ഒരു മനസ്സ്. ഇത് പണ്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാനല്ല കഴിക്കാൻ പോകുന്നത്, വേറെ ആരൊക്കെയോ കഴിക്കാൻ പോകണം. ഓക്കെ, ഒരു തണൽ മരം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ ഇരിക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരു നിസ്വാർത്ഥമായിട്ടുള്ളൊരു മനസ്സുണ്ടായിരുന്നു പഴയ മനുഷ്യരെന്നല്ല പറയാന്, നമ്മുടെ പൂർവികർക്ക്. പക്ഷെ ഇന്നുള്ളവർക്ക് എനിക്കെന്തില്ല ലാഭം, അതിനപ്പുറം ഒരു തോട്ട് ഇല്ല. എനിക്കെന്ത് ലാഭം? നമ്മൾ ഭാരതീയർ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ പാരമ്പര്യം ഇതല്ല. എനിക്കെന്ത് ലാഭം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പാരമ്പര്യം അല്ല. ഓക്കെ, നമ്മൾ വളരെ വിശാല മനസ്കരായിരുന്നു. എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുന്ന മനുഷ്യരായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്നെ സുഖത്തിനായി വരണമെന്ന്. അതെ,
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓപ്പൺ സോങ് 5 minutes എല്ലാ ദിവസവും കേൾക്കാൻ ശ്രമിക്കുക. ഒരു തൈയെങ്കിലും ജീവിതത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ ഞാനൊരു ഹിപ്നോതെറാപ്റ്റിക്കൽ വേർഡ്സ് പറഞ്ഞു തന്നു, അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ല, അതൊരു വണ്ടർഫുൾ ടൂളാണ്. നിർബന്ധമായിട്ട് ഉപയോഗിക്കൂ. ഇത് കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ എല്ലാ സന്ദർഭത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ വിഷമം എഴുതി വച്ചിട്ട് ബേൺ ചെയ്ത് കളയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഇനിയും ധാരാളം വഴികളുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് പരിശീലിക്കൂ. അടുത്ത ക്ലാസ്സുകൾ, അടുത്ത ബുധനാഴ്ച മറ്റൊരു ക്ലാസ് ആണ് ഉള്ളത്. മറ്റൊരു ട്രെയിനിങ് ആണ് തരുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലൊക്കെ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ പോയിന്റ്സ് ഉണ്ട്. എന്താ പറയാ, നമുക്ക് ഈ പറയുന്ന നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, സംസാരിക്കുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്, നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾക്ക് ശക്തിയുണ്ട്. മുദ്ര, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും പല പോയിന്റ്സിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാല് ആ പോയിന്റ്സ് ഒക്കെ നമ്മളെ എന്താ പറയാ ഹീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപക്ഷെ വലിയ രോഗങ്ങൾ പോലും, നിങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾ പോലും മാറിപ്പോകുന്ന എന്താ പറയാ അതുണ്ട്. അപ്പൊ അത് ഒക്കെ നെക്സ്റ്റ് ബുധനാഴ്ച നമ്മുടെ ഒരു അനൂപ് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും എന്റെ ക്ലാസ് എടുക്കുന്നത്. സോ നെക്സ്റ്റ് ബുധനാഴ്ച കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഇത് ത്രൂ ഹീൽ ആകണം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക. അവരെ വിളിച്ചുകൊണ്ടുവരിക മീറ്റിംഗിലോട്ട്. ആൻഡ് മറ്റൊരു കാര്യം കൂടെ, മന്ത്രം പറഞ്ഞില്ലേ, മന്ത്രം എന്തോ പറഞ്ഞു, അതെന്താ പറഞ്ഞു? മന്ത്രമല്ല, അത് വാക്കുകളാണ്. അത് കേട്ടില്ല? വാക്കുകൾ എന്താ പറഞ്ഞു? രണ്ട് അത് എനിക്ക് വ്യക്തമായില്ല. അതായത് ചെടികൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ പ്രയാസം എഴുതി കത്തിക്കുക, പിന്നെ ഈ പാട്ട് കേൾക്കുക, ഇത് 3 പറഞ്ഞു. അടുത്തത് എനിക്ക് മനസ്സിലായില്ല, അതെന്തായിരുന്നു? ഞാനൊരു വേർഡ്സ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തന്നില്ലേ? എന്റെ അന്നത്തെ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്ന് സംഭവിച്ചതൊക്കെ ശരിയായിരുന്നു, പക്ഷേ എന്റെ പുതിയ അറിവിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ അന്നത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് വലിയ പ്രയാസമാകുന്നു. ആയതുകൊണ്ട് ഞാൻ താങ്കളെ എന്റെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, പുറത്താക്കുന്നു, മാപ്പ് നൽകുന്നു, പുറത്തു നൽകുന്നു. താങ്കളുടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ യൂട്യൂബിലിടും. യൂട്യൂബിലിടുമ്പോഴത്തേക്കും അത് ഇത് റിവൈൻഡ് അടിച്ച് നോക്കിയാൽ മതി, എന്നിട്ട് എഴുതിയെടുത്താൽ മതി. എന്നിട്ട് ഇത് കാണാതെ പഠിച്ചു വെക്കൂ. എല്ലാ സന്ദർഭത്തിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാ സന്ദർഭത്തിലും നിങ്ങൾക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ ഹീലിംഗ്. കാരണം പല മനുഷ്യരുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ, ഇങ്ങനെ വിഷമം, എന്താ പറയാ, പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. ഓക്കെ, കാരണം മനുഷ്യർ ഇടപെടുമ്പോ ഇനിയാഗ്രാമിനെ കുറിച്ച് ഞാനത് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമുക്ക് അതിന്റെയൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചകളും ഞാൻ ക്ലാസ് വെക്കുന്നുണ്ട് ഇനിയാഗ്രാമിന്റെ. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമുക്ക് മറ്റൊരാൾ നമ്മളെ ചതിക്കുന്നതല്ല, അവരങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. അപ്പോ എല്ലാ സന്ദർഭത്തിലും ഇത് നിങ്ങളെ റിലീസ് ചെയ്യും, പ്രയാസങ്ങൾ നിങ്ങളെ റിലീസ് ചെയ്യും. ഗ്രൂപ്പിലിടാമോ? ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇടാത്തതിന്റെ കാര്യം എന്ന് വെച്ചാല്, ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായാൽ, ഇപ്പൊ 9 പേരല്ലേ ഇതിനകത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നവർക്കല്ലേ അത് യൂസ് ആവുള്ളൂ. ശരിയാ മാം. അറിയുള്ളൂ, അങ്ങനെ അത് മനസ്സിലായി. എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ സോ ഇന്ന് ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ എല്ലാവരും തന്നെ എന്താ പറയാ, ദൈവ ചൈതന്യത്തോടു കൂടി ജനിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ ജന്മം കൊണ്ട് കുറഞ്ഞത് ഒരു 500 പേർക്കെങ്കിലും
ഉപകാരപ്രദമാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. എനിക്ക് മാത്രമല്ല, ഞാൻ മാത്രമല്ല, എന്റെ മക്കള് മാത്രമല്ല, എന്റെ തലമുറ മാത്രമല്ല. ഒന്ന് മനസ്സിലാക്കൂ, നമ്മുടെ മക്കൾക്ക് മാത്രമായിട്ട് ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ കൂട്ടത്ത് ചുറ്റും നല്ല സുന്ദരമായൊരു സമൂഹം കൂടി ഉണ്ടാകണം. അല്ല എങ്കിൽ നമ്മൾ അവർക്ക് സമ്മാനിച്ചിട്ട് പോകുന്നത് കാടത്ത് നിറഞ്ഞൊരു സമൂഹത്തെയാണ്. അപ്പോ നമ്മുടെ എല്ലാവരും തന്നെ, അതായത് നമ്മുടെ മക്കൾ മാത്രം നന്നായിരുന്നാ പോരാ, കൂടെയുള്ള എല്ലാവരും നന്നായിരുന്നാലേ അവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാവരും നല്ലതായിരിക്കാനായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക, നന്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കാം, ഒരൊറ്റ ക്വസ്റ്റ്യൻ. നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രം കുറേ ഫ്രൂട്ട് ട്രീസ്, കുറേ ഫ്രൂട്ടിന്റെ ട്രീസ്, എന്താണ് ഓറഞ്ചിന്റെ, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു 50 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വെക്കൂ. അവിടെ ഓറഞ്ച് ട്രീസ് ഉണ്ട്, വാഴപ്പഴം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഫ്രൂട്ടും ഉണ്ട്. പെട്ടെന്നൊരു ഫുഡിന്റെ ഒരു ക്ഷാമം വരികയാണ്. ഈ ഒരു ക്ഷാമം, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കാരണമൊക്കെ വലിയൊരു ക്ഷാമം വരികയാണെന്ന് വെക്കൂ. ഓക്കെ, അങ്ങനെയാണ്. മറ്റാരുടെയും ബാക്കി എല്ലാവരും വളരെ TV ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഈ പറയുന്ന വൃക്ഷങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്ന് വെക്കൂ. എന്തായിരിക്കും സംഭവിക്കുക? വിശന്ന് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് മാത്രമായിട്ട് നമ്മുടെ വീട്ടിനകത്തുള്ള കഴിക്കാൻ പറ്റുമോ? ഇല്ല. അവര് നമ്മളെ ആക്രമിക്കും. അപ്പോ ഞാൻ ഈ പറഞ്ഞതില് 1-2 കാര്യങ്ങളുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യവുമുണ്ട്. കാരണം വലിയൊരു ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ തന്നെ ഫുഡിന്റെ ക്ഷാമവും ഒക്കെ ഓൾറെഡി ഒരുപാട് പേര് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബുദ്ധിയുള്ളവൻ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you very much. Very good. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു. Thank you. Yes, Thank you very so much, much. very much. Okay, thank you all. Thank you. Thank you, ma'am. Thank you. Thank you so much.